ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് C++ ആണ്. C++ being a programming language, we start by learning its character set followed by tokens, expressions and സ്റ്റേറ്റ്മെൻറ്റ്. അതായത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അതിനകത്ത് കുറച്ച് ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. ആ ക്യാരക്ടർ സെറ്റ് എന്ന് വെച്ചാൽ ടോക്കൺസ്, എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത്. ഓവർവ്യൂ ഓഫ് C++ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു 11 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ക്യാരക്ടർ സെറ്റ്, സെക്കൻഡ് വൺ ടോക്കൺസ്, തേർഡ് വൺ കീവേഡ്സ്, ഫോർത്ത് വൺ ഐഡൻറ്റിഫയേഴ്സ്, ഫിഫ്ത്ത് വൺ ലിറ്ററൽസ്, സിക്സ്ത് വൺ ഓപ്പറേറ്റേഴ്സ്, സെവൻത്ത് വൺ പങ്ക്ച്വേറ്റേഴ്സ്, എയ്ത്ത് ഡേറ്റ ടൈപ്സ്, നയൻത്ത് ടൈപ്പ് മോഡിഫയേഴ്സ്, 10th എക്സ്പ്രഷൻസ്, 11th ടൈപ്പ് കൺവേർഷൻ. ഫസ്റ്റ് വൺ ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് C++ ലാംഗ്വേജ്, അതായത് C++ ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ക്ലാസിഫൈഡ് ഇൻ ടു ലെറ്റേഴ്സ്, ഡിജിറ്റ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ് ആൻഡ് സം other characters whose ASCII code fall in the range from 0 to 255. അതായത് ക്യാരക്ടർ സെറ്റിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ലെറ്റേഴ്സാണ്. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ലോവർ കേസ് A to Z, അപ്പർ കേസ് A to Z, അതുപോലെ ഡിജിറ്റ് 0 to 9, സ്പെഷ്യൽ ക്യാരക്ടർ ഹാഷ്, കോളൻ, സെമി കോളൻ, അങ്ങനെ എക്സെട്ര. പിന്നെ വൈറ്റ് സ്പേസ്, അതായത് സ്പേസ് ബാർ, ടാബ്, ന്യൂ ലൈൻ, അതും അതേപോലെ തന്നെ വേറെ അതർ ക്യാരക്ടർ സെറ്റ്, അതായത് നമ്മുടെ ASCII കോഡ് വാല്യൂസൊക്കെ 0 to 255 ഉള്ള ASCII കോഡ് വാല്യൂസുമാണ് ക്യാരക്ടർ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ടോക്കൺസ് ആണ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ വൺ ഓർ മോർ ക്യാരക്ടർ, അതായത് ഒന്നോ അതിലധികമോ ക്യാരക്ടർ കൂടിയിട്ടായിരിക്കും ടോക്കൺസ് ഉണ്ടാകുന്നത്. ക്ലാസിഫൈഡ് ഇൻ ടു കീവേഡ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റർ. ഈ ടോക്കൺസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് കീവേഡ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. തേർഡ് വൺ കീവേഡ് ആണ്. റിസർവ്ഡ് വേർഡ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ, അതായത് കമ്പൈലറിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെസിഫിക് മീനിങ് വേർഡായിരിക്കും ഈ കീവേഡ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി റിസർവ് ചെയ്തേക്കുന്നതാണ്, അത് നമ്മൾ യൂസർ അല്ല, അത് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വേർഡായിരിക്കും കീവേഡ്. ഫോർത്ത് വൺ ഐഡൻറ്റിഫയേഴ്സ് ആണ്. യൂസർ ഡിഫൈൻ വേർഡ് ടു ഐഡൻറ്റിഫൈ ദ മെമ്മറി ലൊക്കേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, ഫംഗ്ഷൻ, ഡാറ്റ ടൈപ്പ് എക്സെട്ര. അതായത് യൂസർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു വേർഡ് കൊണ്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഫംഗ്ഷൻസോ ഡാറ്റ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. certain rule are to be followed to ensure the validity of identifiers. അതായത് ഈ ഐഡൻറ്റിഫയേഴ്സ് വാലിഡ് ആണോ നോക്കാൻ വേണ്ടി കുറച്ച് റൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സ് ഇൻക്ലൂഡ് വേരിയബിൾസ്, ലേബിൾസ്, ഫംഗ്ഷൻ നെയിം എക്സെട്ര. ഈ ഐഡൻറ്റിഫയേഴ്സിനകത്ത് വേരിയബിൾസ്, അതായത് ലേബിൾസ്, ഫംഗ്ഷൻ നെയിം, അങ്ങനെയെല്ലാം ഈ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഫിഫ്ത്ത് വൺ ലിറ്ററൽസ് ആണ്. ടോക്കൺ ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ടോക്കൺസിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് ദ കോൺസ്റ്റൻറ്റ്, അതിന് കോൺസ്റ്റൻ്റ് എന്നും പറയും. ക്ലാസിഫൈഡ് ഇൻ ടു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ആൻഡ് സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. അങ്ങനെ നാല് രീതിയിൽ നമുക്കിതിനെ എന്താ പറയുന്നത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡിജിറ്റ് only with an optional plus or minus sign as the first character. അതായത് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റ് ആയിരിക്കും, അതേപോലെ തന്നെ പ്ലസ്സോ മൈനസോ ഉണ്ടാവും ഫസ്റ്റ് ക്യാരക്ടറായിട്ട്. അത് ഉണ്ടാവണം നിർബന്ധമില്ല, ഒരു ഓപ്ഷണലാണ്. ഇനി അടുത്തത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷണൽ ഫോം ആൻഡ് എക്സ്പോണൻഷ്യൽ ഫോം. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് വെച്ചാൽ ഫ്രാക്ഷൻ ഫോമിലും എക്സ്പോണൻറ്റ് ഫോമിലും ആയിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഈസ് എ സിംഗിൾ ക്യാരക്ടർ ഓഫ് C++ എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ കോട്ട്സ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഒരേ ഒരു ക്യാരക്ടർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിരിക്കും ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കാണിക്കുന്നത്. ദെയർ ആർ സം സ്പെഷ്യൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കോൾഡ് എസ്കേപ്പ് സീക്വൻസ്. അതായത് ചില പ്രധാനപ്പെട്ട ചില ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഉണ്ട്, അതിനാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്.
They represent some non-printable or graphic character like new line, tab, space, and a punctuation mark like single quotes, double quotes, question mark, etc. ഇതാണ് സ്പെഷ്യൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ എൻക്ലോസ്ഡ് ബൈ പെയർ ഓഫ് ഡബിൾ കോഡ്സ്. സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ക്യാരക്ടറിൻ്റെ ഒരു പെയർ ആയിരിക്കും അതിനകത്തുള്ളത്. 6th one ഓപ്പറേറ്റേഴ്സ് ആണ്. സിമ്പിൾസ് ദാറ്റ് ടെൽ ദ കമ്പൈലർ അബൌട്ട് സം ഓപ്പറേഷൻസ്. അതായത് കമ്പൈലറിനോട് ചില ഓപ്പറേഷൻസ് ചെയ്യാൻ പറയുന്ന ഒരു സിമ്പിളാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈച്ച് ഓഫ് ദം ആക്ച്വലി ട്രിഗർ എ സ്പെസിഫിക് ഓപ്പറേഷൻ. ഓരോ ഓപ്പറേറ്റേഴ്സും ഓരോ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറൻസ് ഓപ്പറേറ്റർ ആർ ക്ലാസിഫൈഡ് ഇൻ ടു യൂനറി, ബൈനറി, ടെർണറി. അതായത് ഓപ്പറൻസിൻ്റെ എണ്ണം അനുസരിച്ച് ഓപ്പറേറ്റേഴ്സിനെ യൂനറി, ബൈനറി, ടെർണറി ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ പെർഫോംഡ്. അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതനുസരിച്ചും നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. They consist of arithmetic, relation and logical operator. ഇത് 3 തരത്തിലുള്ള ഓപ്പറേറ്ററാണുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ടാവും, റിലേഷൻ ഓപ്പറേറ്റർ ഉണ്ടാവും, ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ടാവും. അതിനകത്ത് ഇപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൽ വരുന്നതെന്ന് വെച്ചാൽ പ്ലസ്, മൈനസ്, സ്റ്റാർ, ബാക്ക് സ്ലാഷ്, പെർസെൻറ്റേജ് ഒക്കെയാണ്. റിലേഷൻ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ഇതൊക്കെയാണ്. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് ഇതൊക്കെയാണ്. ദീസ് ഓപ്പറേറ്റർ ഗീവ് സം വാല്യൂ ആസ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ. അതായത് ഈ ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മൾ വെച്ചിട്ടും ഒരു റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ കുറച്ച് വാല്യൂസ് ആയിരിക്കും. ദെയർ ആർ സം സ്പെഷ്യൽ ഓപ്പറേറ്റർ നെയ്മഡ് ഗെറ്റ് ഫ്രം. അതായത് ഗെറ്റ് ഫ്രം എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയാണ്. പുട്ട് ടു. ഈ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ്. അസൈൻമെൻറ്റ് ഫോർ സെറ്റിംഗ് എ വാല്യൂ ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അനദർ കാറ്റഗറി ഓഫ് ഓപ്പറേറ്റർ ഇംപ്ലിസിറ്റ്ലി പെർഫോം ആൻ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ആഫ്റ്റർ ആൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഇനി വേറൊരു കാറ്റഗറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദേ ഇൻക്ലൂഡ് ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് ആൻഡ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതായത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ പ്ലസ് ആയിരിക്കും, ഡിക്രിമെൻറ്റ് എന്ന് വെച്ചാൽ മൈനസ് ആയിരിക്കും, അരിത്തമെറ്റിക് എന്ന് വെച്ചാൽ പ്ലസ്, മൈനസ് പ്ലസ്, അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, പെർസെൻറ്റേജ് ഈക്വൽ ടു ഇങ്ങനെ കുറേ ഓപ്പറേറ്റർ കൂടി നമ്മൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് 7th വൺ എന്ന് വെച്ചാൽ പങ്ക്ച്വേറ്റേഴ്സ് ആണ്. സ്പെഷ്യൽ ക്യാരക്ടർ ലൈക്ക് കോമ, സെമിക്കോളൻ, ഹാഷ്, ബ്രേസസ് എക്സെട്ര യൂസ്ഡ് ഫോർ പെർഫെക്ഷൻ ഓഫ് സിൻടാക്സ് ഓഫ് വേരിയസ് കൺസ്ട്രക്ട് ഓഫ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. അതായത് നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കറക്റ്റ് സിൻടാക്സ് ഫോമിലാവണമെങ്കിൽ നമ്മൾ ഈ ക്യാരക്ടറൊക്കെ സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. They have semantic and syntactic meaning to the compiler. ഇത് സെമാൻറ്റിക് ആയിട്ടും സിൻറ്റാറ്റിക് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടാവും കമ്പൈലറിന് ഈ ഓരോ ക്യാരക്ടേഴ്സും. 8th one എന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പാണ്. There are means to identify the type of data and associated operations handle these data. അതായത് നമ്മളിപ്പോൾ ഏത് ടൈപ്പുള്ള ഡേറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫണ്ടമെൻ്റൽ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പിനെ നമുക്ക് 2 രീതിയിൽ പറയാം, ഫണ്ടമെൻ്റലും യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് റെപ്രസെൻറ്റ് ആറ്റോമിക് വാല്യൂ ആൻഡ് ദേ ഇൻക്ലൂഡ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. അങ്ങനെ ഈ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ് ഈ ഉള്ള ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഈച്ച് ഡാറ്റ ടൈപ്പ് എക്സ്ക്ലൂഡിംഗ് വോയിഡ് ഹാസ് ഇറ്റ് ഓൺ സൈസ് ആൻഡ് റേഞ്ച് ഫോർ ദ വാല്യൂ ദേ ആർ പ്രസൻറ്റ്. അതായത് ഡാറ്റ ടൈപ്പ് വോയിഡ് റെപ്രസെൻറ്റ് ആൻ എംപ്റ്റി സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് സൈസ് ഈസ് 0. അതായത് നമ്മുടെ ഡേറ്റയ്ക്ക് സൈസ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് എംപ്റ്റി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 0 ആയിരിക്കും. 9th one എന്ന് വെച്ചാൽ ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. ദ കീവേഡ് സൈനഡ്, അൺസൈനഡ്, ഷോർട്ട് ആൻഡ് ലോങ് ആർ ദ ടൈപ്പ് മോഡിഫയേഴ്സ്. ഇതാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. They are used with the data type to modify the size of the memory space and
റേഞ്ച് ഓഫ് ഡാറ്റ സപ്പോർട്ട് ബൈ ദ ബേസിക് ഡാറ്റ ടൈപ്പ്. അതായത് മെമ്മറി സ്പേസിലെ സൈസൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ ഈ ഡാറ്റ റേഞ്ചും അതായത് ഓരോ ബേസിക് ടൈപ്പിന് സപ്പോർട്ടാവുന്ന രീതിയിൽ ഡാറ്റയുടെ റേഞ്ചൊക്കെ എന്താ പറയുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. വൺ ഈസ് എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഓപ്പറേറ്റേഴ്സ് ആൻഡ് റിക്വയർഡ് ഓപ്പറൻസ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ. അതായത് എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്ററും ഓപ്പറൻസൊക്കെ വെച്ചിട്ട് ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ ഓപ്പറേറ്റർ യൂസ്ഡ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. നമുക്ക് 3 രീതിയിൽ എക്സ്പ്രഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഈസ് ഡിവൈഡ് ഇൻ ടു ഇൻറ്റിജർ എക്സ്പ്രഷൻ ആൻഡ് റിയൽ എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇൻറ്റിജർ എന്നും റിയൽ എന്നും. Integer expression consists only of integer data as operands and it return integer value. Integer expressionലാണെങ്കിൽ ഇൻറ്റിജർ ഡാറ്റ ആയിരിക്കും ഓപ്പറൻസ്, ഇത് റിട്ടേൺ ചെയ്യുന്നത് ഇൻറ്റിജർ വാല്യൂ തന്നെയായിരിക്കും. ഇൻ റിയൽ എക്സ്പ്രഷൻ ദ ഓപ്പറൻസ് ആൻഡ് ദ റിട്ടേൺ വാല്യൂ ആർ ദ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ആയിട്ട്, അതായത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റ ആയിട്ടായിരിക്കും റിയൽ എക്സ്പ്രഷനിൽ ഡാറ്റ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത്. റിലേഷണൽ എക്സ്പ്രഷൻ കൺസിസ്റ്റ് ഓഫ് numeric or character data as operand and return true or false output. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇത് ന്യൂമറിക്കും ഉണ്ടാകും, ക്യാരക്ടർ ഡാറ്റ ഉണ്ടാകും. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂവോ ഫോൾസോ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ലോജിക്കൽ എക്സ്പ്രഷൻ യൂസ് റിലേഷണൽ എക്സ്പ്രഷൻ ആസ് ഓപ്പറൻഡ് in practice and return true or false value result. ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷണൽ എക്സ്പ്രഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്ന ഓപ്പറൻസ് ആയിട്ട്. അതിനകത്ത് ട്രൂ ഫോൾസ് വാല്യൂ ആയിരിക്കും റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നത്. 11th one, type conversion. When different type of operands are involved in arithmetic expression, type conversion take place. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറൻസ് ആണ് ഉള്ളതെങ്കിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ കറണ്ട് ഡാറ്റ ടൈപ്പ് ഓഫ് വാല്യൂ ഇൻ ടു അനദർ ടൈപ്പ്. ഇപ്പോൾ ഏത് ടൈപ്പിലാണോ ഇരിക്കുന്നത് വാല്യൂ, ഇപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് ആണെങ്കിൽ അതിനെ വേറൊരു ടൈപ്പിലേക്ക് മാറ്റാൻ, അതായത് ഏത് ഡാറ്റ ടൈപ്പാണോ അതിനെ വേറൊരു ടൈപ്പിലേക്ക് മാറ്റാൻ വേണ്ടി ടൈപ്പ് കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഇംപ്ലിസിറ്റ്ലി ആൻഡ് എക്സ്പ്ലിസിറ്റ്ലി കൺവേർട്ട്. ഇത് ഇംപ്ലിസിറ്റായിട്ടും എക്സ്പ്ലിസിറ്റായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾവേസ് കൺവേർട്ട് എ ലോവർ ടൈപ്പ് into higher one and hence it is known as the type promotion. അതായത് ലോവർ ടൈപ്പിനെ ഹയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നു. ഇൻ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ കമ്പൈലർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർഷൻ. ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലർ തന്നെയാണ് ഈ കൺവേർഷൻ നടത്തുന്നത്. ഇൻ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ യൂസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ. എക്സ്പ്ലിസിറ്റായിട്ട് കൺവേർഷൻ നടത്തുന്നത് വെച്ചാൽ യൂസർ ആയിരിക്കും ഈ കൺവേർഷൻ നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി, അതായത് യൂസർ ആയിരിക്കും അത് നടത്തുന്നത്. ഹിയർ ദ യൂസർ ഡിറ്റർമൈൻ ദ ഡെസ്റ്റിനേഷൻ ഡാറ്റ ടൈപ്പ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ടൈപ്പ് കാസ്റ്റിംഗ്. അതായത് യൂസറാണ് ഡെസ്റ്റിനേഷൻ ഡാറ്റ ടൈപ്പ് അതായത് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്.